പ്രിയാൻ ഷാരയും പ്രഭ് സിമ്രാൻ സിംഗും ചേർന്നുള്ള വെടിക്കെട്ട് തുടക്കം. പിന്നാലെ ശ്രേയസ് അയ്യരുടെ കുടിയേറ്റം. അവസാനം മാർക്കസ് സ്റ്റോയിനിസിന്റെ മസിൽ പവർ കാണിക്കൽ. അപമാനിതനായി മടങ്ങുന്ന മുഹമ്മദ് ഷമിയും ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസും. ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ ആദ്യ പകുതി തീരുമ്പോൾ പഞ്ചാബ് രാജാക്കന്മാരായിരുന്നു. പഞ്ചാബ് ഉടമയായ പി സിന്റെ തുള്ളിച്ചാടുമ്പോൾ അപ്പുറത്ത് കാവ്യമാരൻ തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു. വലിയ ഹൈപ്പിൽ വന്ന് ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണ സിനിമ പോലെയായിരുന്നു ഈ സീസണിലെ ഹൈദരാബാദ്. പല സൈസിലും പല രൂപത്തിലുമുള്ള വെടിക്കോപ്പുകൾ ഒരുപാടുണ്ടായിട്ടും നനഞ്ഞ പടക്കം പോലെയാണ് അവർ കളിച്ചത്. ഇക്കുറി IPL 300 തന്നെ പിറക്കുമെന്നും അതടിക്കുക ഹൈദരാബാദ് ആയിരിക്കുമെന്നുമാണ് പറയപ്പെട്ടിരുന്നത്. പക്ഷേ ആദ്യ മത്സരത്തിൽ ഹൈപ്പിനൊത്ത് കളിച്ച അവർ പിന്നീട് 150 പോലും കടക്കാൻ പാടുപെടുന്നതാണ് ക്രിക്കറ്റ് ലോകം കണ്ടത്. പഞ്ചാബ് മുന്നിലുയർത്തി 245 റൺസ് അവർക്കൊരു അഗ്നിപരീക്ഷയായിരുന്നു. ഈ സീസണിൽ ഇനി പ്രതീക്ഷ വെക്കണോ വേണ്ടയോ എന്ന് ഈ ഒരൊറ്റ മത്സരം കൊണ്ടറിയാം. സംഗതി ഹൈദരാബാദ് സ്റ്റേഡിയം ബാറ്റർമാരുടെ പ്രതീക്ഷയാണ്. ഈ ടീം തന്നെ പലകുറി 250 കടന്നവരുമാണ്. പക്ഷേ ചേസിംഗിൽ ഒരു ഓവറിൽ 12 മുകളിൽ സ്കോർ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതും മികച്ച ബോളിംഗ് അറ്റാക്കുള്ള പഞ്ചാബിനെതിരെ. പൊട്ടിത്തെറിക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും വന്നത്. രണ്ടുപേരും മോശം ഫോമിനെ ചൊല്ലി ഒരുപാട് വിമർശനം കേട്ടവരാണ്. ഹൈദരാബാദ് ബാറ്റിംഗ് നിര ആളിപ്പടരാത്തതിന് കാരണം ഇരുവരുടെയും മോശം ഫോമാണെന്നാണ് പരക്കെ വിലയിരുത്തപ്പെട്ടത്. അങ്ങനെ ബാറ്റിംഗ് തുടങ്ങി. അർഷദീപിന്റെ ആദ്യ ഓവറിൽ പിറന്നത് 9 റൺസ് മാത്രമാണെങ്കിൽ മാർക്കോ യാൻസന്റെ രണ്ടാം ഓവറിൽ 19 റൺസാണ് അടിച്ചെടുത്തത്. അർഷദീപിന്റെ മൂന്നാം ഓവറിൽ തുടരെ 3 ബൗണ്ടറികൾ അടിച്ച് ട്രാവിസ് ഹെഡ് ചേസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനമെന്ന് വ്യക്തമാക്കി. യാഷ് ഠാക്കൂറിന്റെ 4ാം ഓവറിൽ 6ഉം 4ഉമായി അഭിഷേക് കത്തിക്കയറുന്നതിനിടെയാണ് അത് സംഭവിച്ചത്. ടൈമിംഗ് തെറ്റിയ ഷോട്ട് വന്നു വീണത് ഡീപ് ബാക്ക്വാർഡ് പോയിന്റിൽ ശശാങ്ക് സിംഗിന്റെ കൈകളിൽ. നല്ലൊരു ചേസിംഗ് കാണാനിരുന്ന ആരാധകർ ഒന്നടങ്കം നിശബ്ദരായ നിമിഷം. പക്ഷേ പഞ്ചാബിന്റെ സന്തോഷത്തിന് നിമിഷങ്ങളുടെ ആയുസ് മാത്രം. തേർഡ് അമ്പയറുടെ റൂമിൽ നിന്നും നോബോൾ സൈറൻ അലയടിച്ചു. ഹൈദരാബാദിനത് ഐശ്വര്യത്തിന്റെ സൈറനായിരുന്നുവെങ്കിൽ പഞ്ചാബിനത് ഉറക്കം കളയാൻ പോന്ന ശബ്ദമായിരുന്നു. തിരികെ നടന്ന അഭിഷേക് ചിരിച്ചുകൊണ്ടാണ് ക്രീസിലേക്ക് വന്നത്. ഒരു കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു അത്. ഓൾറെഡി 100 സ്പീഡിൽ പോയിരുന്ന അഭിഷേക് അതോടെ ഗിയർ മാറ്റി 150ലേക്ക് ഇട്ടു. പഞ്ചാബിനായി പന്തെടുത്തവരിൽ ഒരാളും ആ ബാറ്റിന്റെ ചൂടറിയാതെ പോയില്ല. 19 പന്തിൽ അഭിഷേക് അർദ്ധ സെഞ്ചുറി കടന്നു. പവർ പ്ലേ തീരുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടമാകാതെ 83 റൺസിലായിരുന്നു ഹൈദരാബാദ് ഉണ്ടായിരുന്നത്. 8ാം ഓവറിൽ ചഹലിന്റെ പന്തിൽ ഉയർത്തിയടിച്ച അഭിഷേകിനെ ഒരിക്കൽ കൂടി ടൈമിംഗ് തെറ്റിയെങ്കിലും ഓടിയെത്തിയ ചഹലിന് അത് പിടിച്ചെടുക്കാനായില്ല. ഈ ദിവസം അയാൾക്കായി എവിടെയോ കുറിച്ചുവെച്ചതായിരുന്നുവെന്ന് തോന്നുന്നു. 8ാം ഓവറിൽ തന്നെ ടീം സ്കോർ 100 പിന്നിട്ടു. മാക്സ്വെല്ലിന്റെ ഓവറോടെ ഹെഡും ഗിയർ അപ്പ് ചെയ്യുന്നതാണ് പിന്നീട് ഗാലറി കണ്ടത്. സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞ് കാണികളെ ഇരുവരും ഒരു ഉഗ്രൻ റൈഡിനാണ് കൊണ്ടുപോയത്. 10 ഓവർ തീരുമ്പോൾ ഹൈദരാബാദ് കുറിച്ചത് 143 റൺസ്. 240 മുകളിലുള്ള സ്കോർ പിന്തുടരുന്ന മത്സരത്തിൽ 10 ഓവർ തീരുമ്പോഴേക്കും വിജയിക്കുമെന്ന് തോന്നിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഹൈദരാബാദ് ടീം. തങ്ങൾ കാണാൻ ആഗ്രഹിച്ച രീതിയിൽ ഓപ്പണിംഗ് സഖ്യം ബാറ്റ് ചെയ്യുന്നത് കണ്ട് ഉപ്പൽ സ്റ്റേഡിയം ഇളകി മറിഞ്ഞു. മറുവശത്ത് ആത്മവിശ്വാസത്തോടെ പന്തെറിയാൻ വന്ന ശ്രേയസ് അയ്യരുടെ ഊർജ്ജമെല്ലാം ഒലിച്ചുപോയിരുന്നു. 12 ഓവറിൽ 171 നിൽക്കെയാണ് ട്രാവിസ് ഹെഡ് മടങ്ങുന്നത്. പക്ഷേ ഹൈദരാബാദിന് തെല്ലും ആശങ്കയുണ്ടായിരുന്നില്ല. വിജയിക്കാൻ 47 പന്തുകളിൽ വേണ്ടത് 75 റൺസ് മാത്രം. ആ ചുമതല അഭിഷേക് തനിച്ചേറ്റെടുത്തു. 40 പന്തുകളിൽ സെഞ്ചുറി പിന്നിട്ടതിന് പിന്നാലെ ഏതാനും മത്സരങ്ങളായി പോക്കറ്റിൽ സൂക്ഷിച്ച ദിസ് വൺ ഫോർ ഓറഞ്ച് ആർമി എന്ന സന്ദേശം അഭിഷേക് ഉയർത്തി കാണിച്ചു. സകലതിനെയും വേരോടെ പറിച്ചെറിഞ്ഞ കൊടുങ്കാറ്റ് 55 പന്തിൽ 141 റൺസ് എന്ന അവിശ്വസനീയമായ നിലയിലാണ് അവസാനിച്ചത്. ഇന്നത്തെ ദിവസം 245 അല്ല 300 തന്നെ അടിച്ചാലും തങ്ങൾ ചേസ് ചെയ്യുമെന്ന ആറ്റിറ്റ്യൂഡിലായിരുന്നു ഹൈദരാബാദ് ബാറ്റ് ചെയ്തത്. അങ്ങനെ അവസാന ഓവർ വരെ നീളുമെന്ന് കരുതിയ മത്സരം 18ാം ഓവറിലെ അവർ അവസാനിപ്പിച്ചു. IPL ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും ഉയർന്ന സ്കോർ. IPL ഏറ്റവും ഉയർന്ന സ്കോറിൽ ഗെയിലിനും മക്കല്ലത്തിനും പിന്നിൽ രണ്ടാമത്. സൺറൈസേഴ്സ് താരത്തിന്റെ ഉയർന്ന സ്കോർ എന്നിങ്ങനെ നീളുന്ന ഒരുപിടി റെക്കോർഡുകളും അഭിഷേക് പേരിലാക്കി. അഭിഷേകിനെ അറിയുന്നവർക്ക് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പോയ IPL സീസണിലും ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യൻ കുപ്പായത്തിലും കണ്ടതിന്റെ ആവർത്തനങ്ങൾ മാത്രം. യുവരാജിന്റെ കളറിൽ നിന്നും കളി പിടിച്ച പഞ്ചാബുകാരന്റെ മറ്റൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്. അതിഗംഭീരമായ ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന് വിളിക്കാവുന്ന പ്രകടനമായിരുന്നു അത്. എങ്കിലും സത്യം പറഞ്ഞാൽ അവന്റെ കൂടെ ഭാഗ്യവുമുണ്ടായിരുന്നു. മത്സരത്തിന് ശേഷം ശ്രേയസ് അയ്യർ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഈ തീ കെടാതെ കൊണ്ടുപോകുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഹൈദരാബാദിന് മുന്നിലുള്ളത്.